കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും ഇടുക്കി ജില്ലയിലെ ക്ഷേമനിധിയിൽ അംഗങ്ങളായ തൊഴിലാളികളുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്തു. തൊടുപുഴ മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ നഗരസഭാ ചെയർപേഴ്സൺ സബീന ബിഞ്ചു സ്കോളർഷിപ്പിന്റെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും ഇടുക്കി ജില്ലയിലെ ക്ഷേമനിധിയിൽ അംഗങ്ങളായ തൊഴിലാളികളുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകളുടെ വിതരണമാണ് തൊടുപുഴയിൽ നടന്നത്. മത്സ്യ അനുബന്ധ തൊഴിലാളി യൂണിയൻ CITU ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറി KV ജോയിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ സബീന ബിഞ്ചു സ്കോളർഷിപ്പിന്റെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. നല്ല രീതിയിൽ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ നടത്താനും ഇത് മാത്രമല്ല, കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾ മാത്രമല്ല, നമ്മളുമായി ബന്ധപ്പെടുന്ന എല്ലാ മേഖലയിലേക്കും എത്തിപ്പെടുന്നതിന് വേണ്ടി പല സംവിധാനങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള തീരുമാനങ്ങളും നമ്മുടെ ഇങ്ങനെ ഒരു കമ്മിറ്റി കൂടി നമുക്ക് എടുത്ത് പോകണം. നല്ല രീതിയിൽ നടത്തുന്നതിനും ഏറെ പ്രയോജനപ്രദമാകുന്ന പല കാര്യങ്ങളും സംഘടിപ്പിക്കുന്നതിനും സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടും ആത്മാർത്ഥമായി പറഞ്ഞുകൊണ്ടും എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ടും ഇന്നിവിടെ കൂടി എല്ലാവർക്കും ആശംസ അറിയിച്ചുകൊണ്ടും ഇന്ന് ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു. രാജാക്കാട് അയ്യപ്പൻകോവിൽ ഉൾപ്പെടെ ജില്ലയിലെ വിവിധ മേഖലകളിൽ നിന്നും തൊഴിലാളികളും വിദ്യാർത്ഥികളും ചടങ്ങിൽ പങ്കെടുത്ത് ആനുകൂല്യം കൈപ്പറ്റി. ക്ഷേമനിധി ഓഫീസ് കോർഡിനേറ്റർ വിഷ്ണു S. അബ്ദുൾ റസാഖ് എന്നിവർ ചടങ്ങിൽ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ MD ന്യൂസ്. എല്ലായിടത്തും വൈഫൈ, എല്ലാത്തും ഇന്റർനെറ്റായേ, നാട് മുഴുവൻ ഡിജിറ്റൽ, നാട്ടാരെല്ലാം ബ്രൗസിംഗിലാണ്. എന്നാ സ്പീഡാ കേരള വിഷൻ, എല്ലാവർക്കും ഇന്റർനെറ്റാ, എല്ലായിടത്തും നെറ്റാ. കേരള വിഷൻ നവകേരള പ്ലാൻ വെറും 199 രൂപയ്ക്ക്.